സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യർ, നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. தொடர்ந்து வரும் நீதானே மெய்யெழுத்து, நான் போடும் கையெழுத்து அன்பே. உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் എന്നാലും അതങ്ങനെയല്ല. ആ ഡോക്ടർ എന്തിനാ കള്ളം പറയുന്നേ? ശേ, ആ ഡോക്ടർ പറഞ്ഞത് സത്യമായിരിക്കും. അവൻ അത്രയും ദിവസം കുട്ടികളെ പോലെ സംസാരിച്ചിട്ട് പെട്ടെന്ന് കയറി നോർമലായില്ലേ. പിന്നെ ഇങ്ങനെ ആവാനാണ് പാട്. എന്നാലും ആശുപത്രി കിടന്നിട്ട് വരുമ്പോ ഒളിഞ്ഞു നോക്കാനൊക്കെ തോന്നുന്നു. എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ അടുത്ത് അവൻ എന്നോടുള്ള അപ്രോച്ച് ഒന്നും ശരിയല്ല. ആരോട് പറയാൻ? ആസീനെയാണെങ്കിൽ വിളിച്ച ഫോൺ കൊടുക്കത്തില്ല. അങ്ങനെ കരുതിയ ഈ 2 ദിവസം വീട്ടിൽ നിന്ന് വെളിയിൽ പോകാൻ ഇവിടെ തന്നെ ഇരുന്നത് അവന്റെ പേരിലുള്ള സംശയങ്ങൾ തീർക്കാൻ. എന്നിട്ട് വലുത് കിട്ടിയോ? ഇല്ല. എപ്പോ നോക്കിയാലും ആരെങ്കിലും റൂമിന്റെ ഫ്രണ്ടിൽ പോയി ഒളിഞ്ഞു നോക്കണം മാത്രം കാണാൻ പറ്റും. സ്വന്തം ചേട്ടൻ കിസ്സടിക്കുന്ന പോയി നോക്കിയിരിക്കുന്നു. ഈ ചെറുക്കനെ കൊണ്ട് എന്തായാലും ഇനി ഇവിടെ ഇരുന്ന പറ്റത്തില്ല. ആസിയെ പോയി കണ്ട് സംസാരിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വല്ല അറ്റാക്ക് വന്ന് ഞാൻ ചത്തുപോകും. അഗി, നീ എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? എന്താടാ, വയ്യേ? നീയായിരുന്നോ? തൽക്കാലം എനിക്കൊരു വയ്യായികയില്ല. എന്താ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം? എന്നോട് നിനക്ക് എപ്പോഴും ദേഷ്യാന്ന് എനിക്കറിയാം. അതിനോ എടാ, എനിക്കറിയാടാ എൻ്റെ ഭാഗത്താ തെറ്റ്. ആരും ആരോട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്തത്. നിങ്ങളതൊക്കെ തോന്നുന്നത് സത്യം തന്നെയാ. ഞാൻ ഇപ്പോഴും എന്നെ ന്യായീകരിക്കുന്ന പോലെ അല്ല, ഞാൻ തെറ്റുകാരൻ തന്നെയാ. എന്തോ എന്നോട് ഏറ്റവും കൂടുതൽ ഇത് വേണ്ടെന്ന് പറഞ്ഞ നീയോ ആദമിനെ പോയി ഞാൻ കണ്ട് സംസാരിച്ചു. അവനോട് സോറിയും പറഞ്ഞു. നിന്നോടും കൂടി വന്ന് പറയാൻ തോന്നി. റിയലി സോറിടാ. എന്തോ അപ്പോഴെന്റെ സമനില തെറ്റിയ ദിവസങ്ങളായിരുന്നു. അവനെ കാണുമ്പോഴൊക്കെ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയെന്ന്. ഒരിക്കലും എന്നെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഇനി എന്റെ ഭാഗത്തുനിന്ന് അവന് ദ്രോഹം വരുന്ന ഒന്നും ഉണ്ടാവത്തില്ലടാ, സത്യം. ഇതെന്നെ വന്ന് എന്നോടല്ല പറയേണ്ടത്, അവനോടാ പോയി പറയേണ്ടത്. പിന്നെ ഇനി നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായാലും പണ്ടത്തെ പോലെ കൊണ്ടുകൊണ്ടും നിൽക്കാനത് പണ്ടത്തെ കിച്ചുമല്ല. അത് നീ മറക്കാതിരുന്നാ കൊള്ളാം. അവൻ ഇപ്പോഴത്തെ ഓരോ സ്വഭാവവും നീ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? പഴയതുപോലെയൊന്നും അല്ല. ഒന്ന് പറഞ്ഞാൽ തിരിച്ച് 10 പറയാനായിട്ട് അവൻ ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്, അതിനുള്ള വായുവുണ്ട്. പണ്ടായിരുന്നു നീ എന്ത് ചെയ്താലും കിടന്നു തരുന്നവൻ. ഇന്നതല്ല. അതുകൊണ്ട് നിന്റെ ആ പരിപാടിയിൽ നിന്ന് ഇപ്പൊ അവന്റെ കയ്യിലേക്കത്തില്ല. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. നന്നായെങ്കിൽ അവനെ സ്നേഹിച്ച് കൂടെ നിർത്താൻ നോക്കും. നീ ഇത്രയൊക്കെ കാണിച്ചിട്ട് അവൻ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അത് നീ മറക്കണ്ട. അത് വെറുതെ മുതലെടുക്കാണ്ട് വീണ്ടും സെക്സ് പണമെന്നും പറഞ്ഞ് നടക്കാണ്ട് അവന്റെ സ്വത്തിന് വേണ്ടി അവനെ സ്നേഹിക്കാണ്ട് അവന് വേണ്ടി സ്നേഹിക്കുക. അവന്റെ ലൈഫ് എന്ന് പറഞ്ഞ് സ്നേഹിക്കുക. അതാ നിനക്ക് പറ്റിയത്. അറിയാം, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൂടി പറയാനാ വന്നത്.
പിന്നെ അന്ന് സണ്ണീനെ സണ്ണി എബിന്നും എൻ്റെ അറിവോടെ അല്ല വീട്ടിൽ വന്നത്. എൻ്റെ അറിവോടെ അല്ലെന്ന് പറഞ്ഞാൽ അവർ സൈറ്റിൽ പോവാന്ന് പറഞ്ഞായിരുന്നു. അവർ നമ്മുടെ കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നത്. സൈറ്റിൽ പോകാന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ കയറിയെന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇവിടെ കയറുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സാറാമ്മ ഉള്ള ടൈമായിട്ട് ഞാൻ പറഞ്ഞ പൊക്കുമെന്നാണ് പറഞ്ഞത്. ഇത്ര ലേറ്റ് ആവുമെന്നോ അല്ലെങ്കിൽ അവരിങ്ങനെയൊക്കെ കാണിക്കുമെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അന്ന് പിന്നെ നീ ചോദിച്ചപ്പോൾ എനിക്കെന്തോ അങ്ങനെ പറയാനാ തോന്നിയത്. നിന്റെ മുമ്പിൽ കൊച്ചാവാൻ തോന്നിയില്ല. പക്ഷെ സാരമില്ല, എല്ലാരും ഇപ്പൊ അങ്ങനെയല്ലേ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അത് തിരുത്താനൊന്നും നിൽക്കണ്ട. ഇന്ദ്ര, ഇവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല നിന്നിവിടെ എല്ലാരും വെറുത്തത്. അത് നീ മറക്കരുത്. അന്ന് ഞാൻ വന്നോണ്ട് അല്ല, ഞാനും ആസിമും വന്നോണ്ട് അവനൊന്നും ചെയ്തില്ല. അത് വലിയ പ്രശ്നമായതുമില്ല. പക്ഷേ അതിനുശേഷം നീയായിട്ട് അവനോട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവർ ചെയ്തേക്കാളും വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ അവനോട് ചെയ്തേക്കാളും അവന് നീ ചെയ്തതാ ഏറ്റവും കൂടുതൽ വിഷമമായത്. അത് നീ ആദ്യം പറ്റിയിരുത്താൻ നോക്ക്. അല്ലാണ്ട് ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അത് ചിലപ്പോൾ നീ പറഞ്ഞു വിട്ടിട്ടോ അല്ലെങ്കിൽ നിന്റെ അറിവോടെ ആയിരിക്കൂല അവന്മാര് വന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അതിനി തിരക്കേണ്ട ആവശ്യമില്ല. ഇത് പുതിയ ലൈഫാണ്. നന്നായിട്ട് ജീവിക്കാൻ നോക്കും. പിന്നെ നീ ചെയ്ത തെറ്റ് നീ തന്നെ തിരുത്തുന്നതായിരിക്കും നിനക്ക് നല്ലത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിച്ചു നോക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇന്ദിര ആ ലൈഫ്. രണ്ടുപേരും ഒരേപോലെ സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലക്കാ. നിന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ടത് വെച്ച് ഈ ലോകത്ത് ഏറ്റവും വലിയ ലക്കി മാൻ നീയാ. കാരണം ആർക്കും ഇത്രയും നിഷ്കളങ്കമായി ആരെയും സ്നേഹിക്കാൻ കഴിയില്ല ഇന്ദിര. ഇത്രയും ഭ്രാന്തമായി ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. അവന് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ, അത്രയ്ക്ക്. യു ആർ സോ ലക്കി. സത്യം പറഞ്ഞാൽ അവനെ നീ ഡിസേർവ് ചെയ്യുന്നേ ഇല്ല. പക്ഷേ മേളിലൊരാളുണ്ടല്ലോ, അയാൾ വിധിച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണമെന്നാണ്. അത് നീയായിട്ട് വീണ്ടും ഇല്ലാതാക്കരുത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. ഇനി അവനെ ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. ഇപ്പോ ഞാനും അവനും തമ്മിൽ കുറച്ചല്ല നല്ല അകൽച്ചയുണ്ട്. ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഞാനുമായിട്ടൊന്ന് ഓക്കെ ആവാൻ. അതുവരെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ. ഞാൻ ഒരിക്കലും ഒന്നിനും അവനെ നിർബന്ധിക്കത്തില്ല, ഒന്നിനും. നീ എവിടെയെങ്കിലും പോയിറങ്ങുമായിരുന്നോ? ഞാൻ ആസിനെ കാണാൻ പോവായിരുന്നടാ. എനിക്ക് അവനോട് രണ്ടു കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. 2 ദിവസമായില്ലേ കണ്ടിട്ട്. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരിക്കും. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ശരി എന്നാ. പിന്നെ ഈ ലോകത്ത് നീ കിച്ചു ഒന്നിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ആസിയ. അതുകൊണ്ട് അവനോടുള്ള സ്നേഹം ഒരു മൂലക്കിട്ട് കിച്ചുവിനോടുള്ള സ്നേഹം ഒരു സൈഡിൽ വെച്ചിട്ട് ഈ കൺഫ്യൂഷൻ അടിച്ചുള്ള ഇരിപ്പുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. ഈ ലോകത്ത് നിങ്ങൾ ഒന്നിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവനാ. അതിന് ഇനി കൺഫ്യൂഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇതെങ്ങനെ മനസ്സിലായെന്നായിരിക്കും. ഒന്നുമില്ലെങ്കിലും കൊച്ചിലും നിന്റെ കൂടെ വളർന്നതല്ലേ. ഞാനും നീ അധികം അറ്റാച്ചൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ കുറച്ചൊക്കെ നിന്നെ എനിക്ക് മനസ്സിലാവും. അത്രയ്ക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരുപക്ഷെ ഞാൻ ഒരു നല്ല ചേട്ടനായിരിക്കത്തില്ല നിനക്ക്. ആയിരിക്കത്തില്ല എന്നല്ല, അല്ല. ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആവത്തില്ലായിരുന്നല്ലോ ഇന്ദ്ര. എനിക്കറിയാം നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്, നിനക്ക് മാത്രം അറിയാവുന്ന. പക്ഷെ അതൊന്നും ആ സമയത്തൊന്നും നിന്റെ കൂടെ നിൽക്കാനോ നിനക്ക് വേണ്ടി സംസാരിക്കാനോ ഒന്നും ഞാനില്ലായിരുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നിന്നെ ഉപദേശിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. എന്നാലും പറയാം, കിച്ചു അവര് പാവോടാ. അവനാ നിന്റെ ലൈഫ്. എനിക്ക് നിന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ട്. കാരണം ഒരു ടൈമിലൊക്കെ നിന്നേക്കാൾ വലുതായിരുന്നു എനിക്ക് കിച്ചു.
അത് അവന്റെ ക്യൂട്ട്നെസ്സും എന്നോടുള്ള സ്നേഹമൊക്കെ കൊണ്ടായിരിക്കാം. അവനെ സ്നേഹിക്കാൻ നോക്കും, വിഷമിപ്പിക്കരുത്. ശരി എന്നാ ഞാൻ ഇറങ്ങാം. ശരി. മിണ്ടിയല്ലോ, അത് മതി. ഇനി അച്ഛനോടും മുത്തശ്ശനോടും കൂടി പറയണം. അത് കഴിഞ്ഞ് രാമേട്ടനോട്. അച്ഛനോട് സോറി പറയണമെന്നുണ്ട്. അവനെ ഞാൻ എങ്ങനെ കാണാനാ, പോയില്ലേ. കാണുമ്പോ കാല് പിടിച്ച് സോറി പറയണം. അത് ഇവിടെ ഉള്ള സാധനത്തിന് മെരുക്കിയെടുക്കണ്ടേ. ഇനി എന്തൊക്കെ ചെയ്യുമോ എന്തോ. എന്റെ പൊന്നി കിച്ചുവേ, ഇപ്പൊ തന്നെ 1/2 മണിക്കൂർ കൂടുതലായി. ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കിയ നീ എന്നെയും കൊണ്ട്, എന്നിട്ട് എവിടെയും പോവാണ്ട് ഈ കടലിൽ നോക്കിക്കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായെന്നറിയോ? എന്താടാ പറയാനുള്ളത്? എന്തായാലും പറയുകയാണെങ്കിൽ പറഞ്ഞൂടെ? നീ എന്തിനാ എന്നോട് കാര്യം പറയും ഇത്ര ഫോർമാലിറ്റി വെക്കുന്നേ? എന്താ നിന്റെ പ്രശ്നം? എന്താ ഇന്ദ്ര വീണ്ടും നിന്നോട് എനിക്ക് മോശമായിട്ട് പെരുമാറിയോ? എന്ന് നമുക്ക് അച്ഛനെ വിളിച്ചിട്ട് നമുക്കങ്ങ് പോവാം. വേണ്ടടാ ഒന്നും. എന്താ എല്ലാത്തിനും അച്ഛനെ വിളിച്ച് അങ്ങനെ, അച്ഛനെ വിളിച്ച് ഇങ്ങനെ. എന്താ നിനക്ക് ആദമിനെ കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? പിന്നെ ആദ്യം പോവേണ്ട അച്ഛൻ്റെ അടുത്തോട്ടല്ല, നിന്റെ ഈ മൊണ്ട തല ശരിയാക്കാന് എവിടെയെങ്കിലും കൊണ്ടുപോയി തല മാറ്റി വെക്കണം. നിനക്ക് എന്നെ കണ്ടിട്ട് ആരായിട്ടാണോ തോന്നേ? കാശിയേട്ട മണ്ടനാവാം, പക്ഷെ തീരെ മണ്ടനാവല്ലേ. കൂടെ വളർന്ന 2 സഹോദരന്മാരെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിനക്കെന്നെ കണ്ടിട്ട് കിച്ചു ആയിട്ടാണോ തോന്നേ? കിച്ചു കളിക്കല്ലേ. പണ്ടേ നിനക്ക് കണ്ടിട്ട് ഈ സ്വഭാവം ഉള്ളതാ. എന്നെ പറ്റിക്കേക്കാം. മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട്. ഇത് ലൈഫാ. ഇതിന്റെ ഇടയിൽ നീക്ക് ഇങ്ങനൊരു ഗെയിം കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ എന്താ കളിക്കുവാണോ കിച്ചു? ഓ പിന്നെ പണ്ട് അഭിനയിക്കുമ്പോ പിന്നെ അവൻ നിന്നെ അങ്ങ് എന്നെ പോലെ ഡാന്ന് നീന്നൊക്കെ വിളിക്കുമല്ലോ. ഇതേ കാശിടാ, എന്റെ വായിന്നൊന്നും കേൾക്കരുത്. നിനക്കെന്താ എന്നെ കണ്ട തിരിച്ചറിയത്തില്ലേ? ഞാൻ അച്ചുവാ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിനക്ക് ആദമിനെ ഇഷ്ടമാണോ? അച്ചുവാ, എന്തുവാടാ ഇത്? അത് ശരിയാ, കിച്ചു എന്നെ ഇങ്ങനെയൊന്നും വിളിക്കാറില്ല. നീയൊക്കെ രണ്ടും കൂടെ എന്തായി കാണിക്കുന്നേ? നീ എന്താ അവിടെ ഇന്ദ്രയുടെ കൂടെ? അച്ചു ഇതേ കളിക്കരുത് വെറുതെ. കിച്ചു എവിടെടാ? അച്ചു ഇത് എപ്പോഴത്തെ ഒരു തമാശയല്ല. എങ്ങാനാ ഇന്ദ്ര ആരെങ്കിലും കണ്ടുപിടിച്ചോണ്ടല്ലോ. ഇവര് പറഞ്ഞിട്ട് കാര്യമില്ല. ഹോമാരൊക്കെ ദുഷ്ടന്മാരാ. നീ വന്ന് 2 അടി കൊടുത്തെന്ന് പറഞ്ഞാൽ നന്നായെന്നാണ് നിന്റെ വിചാരം? ഞാൻ പറഞ്ഞു അവൻ നന്നായെന്ന്. എന്നാ പിന്നെ എനിക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അവനെ നന്നാക്കാനും കൂടി വേണ്ടിയാ ഞാൻ ഇപ്പൊ ആ വീട്ടിൽ കയറി നിൽക്കുന്നേ കിച്ചുവായിട്ട്. നമുക്കൊരു പുന്നാര അനിയുണ്ടല്ലോ, ആ ജന്തുവിന് ഞാൻ വാക്കും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. അവനെ നന്നാക്കി അവന്റെ കൈ കൊടുക്കാം. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് പറയാനാ നിന്നെ ഞാൻ വിളിച്ചത്. നിന്നോട് പറയാത്ത വേറൊന്നുമല്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ച് കുളമാക്കിയല്ലോ എന്ന് പേടിച്ചിട്ടാ, അല്ലാതെ മനഃപൂർവ്വമല്ല. നിന്നോട് രാമേട്ടനോട് ഇതൊക്കെ പറയാത്തതിന് എനിക്ക് നല്ല സങ്കടമുണ്ട്. എനിക്കും മാത്രമല്ല അവനും. അവൻ മുമ്പേ പറഞ്ഞതാ പറയാന്ന്. ഞാനാ പറഞ്ഞ വേണ്ടാന്ന്. ഒറിജിനാലിറ്റിക്ക് വേണ്ടി നീയൊക്കെ അഭിനയിച്ച് നശിപ്പിക്കുമല്ലോ. ഞാൻ ചോദിച്ചതിന് മറുപടി നീ ഇതുവരെ പറഞ്ഞില്ല. നിനക്ക് ആദമിന് ഇഷ്ടമാണോ? എടാ അതെന്താ നീ ഇപ്പം ഇതിനെ കുറിച്ച് ചോദിക്കുന്നേ? എനിക്ക് എടാ എനിക്ക് അറിയത്തില്ല. ഞാൻ ആകെ മൊത്തം കൺഫ്യൂസ്ഡാ. പക്ഷെ എനിക്കപ്പം വേണമെന്ന് തോന്നുന്നുണ്ട് ലൈഫിലോ. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അവൻ ഇന്ദ്രയെ പോലെയാ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ അവൻ അങ്ങനെയൊന്നും അല്ലടാ. അവൻ പാവമാ. ഇതിനോടകം തന്നെ അവന് വേണമെങ്കിൽ എന്നെ നല്ലതുപോലെ മുതലെടുക്കായിരുന്നു. പക്ഷെ ഇതുവരെ അത് ചെയ്തിട്ടില്ല. മേ ബി നീ വരുന്ന ടൈമിന് അവനെ പ്രപ്പോസ് ചെയ്യാൻ വന്നതെന്നാ എനിക്ക് തോന്നുന്നേ. ഓഫ്കോഴ്സ് ഞാൻ ഓക്കെ പറയാൻ നിന്നതാ. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. 3 വർഷം മുമ്പാ നമ്മുടെ അച്ഛൻ മരിക്കുന്നത്. നിനക്കറിയാലോ, അന്ന് ഞാൻ MBBS ഫസ്റ്റ് ഇയർ. കിച്ചു എൻ്റെ അടുത്ത് വഴക്കുകൂടി അച്ഛൻ്റെ കൂടെ ബിസിനസ് മീറ്റിങ്ങിന് മുംബൈ പോയത് ഓർമ്മയുണ്ടോ? അന്ന് കിച്ചുവിൻ്റെ മുമ്പ് വെച്ചാ അച്ഛൻ മരിക്കുന്നത്. കിച്ചുവിൻ്റെ കൈ കിടന്നു. അതിനുശേഷം നമ്മുടെ കിച്ചു ഇങ്ങനെയൊക്കെ ആയത്. അന്ന് തൊട്ട് ഞാനും കിച്ചു ഇങ്ങനെയൊക്കെ ആയെങ്കിൽ പോലും അവ ഇടയ്ക്കിടയ്ക്ക് സ്വബോധത്തിലോട്ട് വരുന്ന ടൈമുണ്ടായിരുന്നു. അറിയായിരിക്കുമല്ലോ കാശിയേട്ടന്.
ഞാനും കിച്ചു അന്ന് തൊട്ടേ അച്ഛനെ കൊന്നവരുടെ പറയില്ല. ഒരുപാടൊന്നും ക്ലൂ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അന്ന് മുംബൈയിൽ ആ മീറ്റിങ്ങിന് പോയവരും അന്ന് ഈ ഇൻസിഡന്റ് നടക്കുന്ന സമയത്തിന് ആ ഏരിയയിൽ ഉണ്ടായിരുന്നവരും എല്ലാം അച്ഛൻ്റെ ശത്രുക്കളെന്ന് പറയുന്ന രണ്ട് മൂന്ന് പേരുടെ അല്ല, ഒരു 4-5 പേരുടെ ലിസ്റ്റൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അതൊക്കെ ഫ്ലോപ്പായിപ്പോയി. അതിനുശേഷം പിന്നെ ഞാനങ്ങ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി ഇതിൻ്റെ പുറകെ. കുറേ ഫ്രണ്ട്സ്, അലച്ചിച്ചായനില്ലേ അന്ന് അവിടെ വന്ന അവരുടെയൊക്കെ ഹെൽപ്പ്, ഇതെല്ലാം കൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അതിനൊരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി. ലിസ്റ്റ് എന്നല്ല, അതിനകത്ത് ഏകദേശം 10 പേരേ ഉള്ളൂ. ആ 10 പേരിൽ 2-3 പേര് നിരപരാധികളാണെന്ന് ഞാൻ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളതെല്ലാം നമ്മുടെ ഫാമിലിയുടെ അകത്ത് തന്നെ ഉള്ളവരാണ്. അതിലൊന്നാമത് ആദം സക്കറിയ ജോൺ. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? അച്ഛനെ കൊന്നോ? ആദമോ? അച്ചു, ആദം അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവനെ കൊണ്ട് എടാ, അവൻ ഇതിലൊന്നും വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ പ്രൊഫസർ ആയിന്ന് പല പ്രാവശ്യം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്യും നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ കാശിയേട്ടാ. കാരണം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാ. ആരെ വിശ്വസിക്കണം, ആരെ വെറുക്കണം, ഇതൊന്നും എനിക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതിലൊന്നാമത് ആദം സക്കറിയ ജോൺ അല്ല, അഖിൽ വാസുദേവ് ശങ്കർ. ആ ഇൻസിഡന്റ് നടക്കുന്ന സമയത്തിന് അഖിൽ അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അന്ന് കാർ ആക്സിഡൻ്റ് ആക്കാൻ ശ്രമിച്ചിട്ട് അച്ഛൻ മരിക്കാത്തതുകൊണ്ട് കിച്ചുവിൻ്റെ തലക്കടിച്ചിട്ട് അച്ഛനെ ഷൂട്ട് ചെയ്യുമായിരുന്നു. ആ ഷൂട്ട് ചെയ്ത തോക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആദമിൻ്റെ പേരിലാണ്. പോരാഞ്ഞിട്ട് ആദം അന്ന് എവിടെയായിരുന്നെന്നോ എന്ത് ചെയ്യുമായിരുന്നെന്നോ എന്നൊന്നും ഒരു പ്രൂഫും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആദമിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. നിന്നോട് ഞാൻ ആദമിനെ സ്നേഹിക്കണ്ടെന്നോ അല്ലെങ്കിൽ ആദമിനെ കളയാനോ ഒന്നും പറയത്തില്ല. പക്ഷെ ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കും, നിനക്ക് അച്ഛനാണോ വലുത് അത് ആദമാണോ വലുത്? അതെന്തൊരു ചോദ്യാടാ. നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചിരിക്കുന്നു. സ്വന്തം കൂട്ടുകാർ പോലും അച്ഛനെ തള്ളി പറഞ്ഞു. ആ ടൈമിലൊക്കെ അമ്മയ്ക്ക് നമുക്ക് വേണ്ടിയിട്ടാ ഇത്രയൊക്കെ അച്ഛൻ ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് അച്ഛന് നല്ലൊരു മരണം കിട്ടിയോ? ഇല്ല. അത് ചെയ്തത് ആദമാണെങ്കിൽ അവനെ കൊല്ലുന്ന ഞാനായിരിക്കും, വേറെ ആരും ആയിരിക്കത്തില്ല. എനിക്ക് വലുത് അച്ഛൻ തന്നെയാടാ. അച്ഛൻ മാത്രമാ. വേറെ ആരെയാടാ അച്ഛന് വേണ്ട നമുക്ക് കാണാൻ പറ്റുന്നത്? പക്ഷെ സാരല്ല, തെറ്റുപറ്റുമല്ലോ, മനുഷ്യരല്ലേ. എനിക്കറിയാം കാശിയേട്ടൻ ആദമിനെ ഇഷ്ടമാണ്. ഇതുവരെ കാശിയേട്ടൻ അങ്ങനെ ആരെയും സ്നേഹിച്ചിട്ടുമില്ല. യുവർ ഫസ്റ്റ് ലവ്, ഐ നോ. പക്ഷേ ഇതിനൊരു തീരുമാനമാവാതെ വേണ്ട കാശിയേട്ടാ, നമുക്ക് ആദമിനെ വേണ്ട. കാശിയേട്ടനൊരു കാര്യം അറിയോ, എനിക്ക് അഗീനെ ഇഷ്ടമാണ്. 2 ദിവസം മുമ്പ് വിഷ്ണു അലക്സൊക്കെ കാണാൻ വന്നപ്പോൾ വിഷ്ണു എന്നോട് ചോദിച്ചതാ ആരാന്ന്. പറഞ്ഞില്ല. കാരണം കാശിയേട്ടൻ്റെ അതേ അവസ്ഥയിലാണ് ഞാനും. ഇതിലിരിക്കുമ്പോൾ എന്തുറപ്പിനെ പറയേണ്ടത്? അതാരാ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യാന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ കാശിയേട്ടാ. അതുകൊണ്ട് വെറുതെ നമുക്ക് തന്നെ നമ്മളെന്തിനൊരു പ്രതീക്ഷ കൊടുക്കുന്നത്? ആദ്യം കാശിയേട്ടനോട് കാണിക്കുന്ന എല്ലാം ചിലപ്പോൾ അഭിനയമായിരിക്കാം, ചിലപ്പോഴെന്നല്ല ആണെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എല്ലാവരും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ വീട്ടിലെല്ലാവരും ആട്ടും തോലിട്ട ചെന്നായമാരാ. എല്ലാവരെയും ഞാൻ പഠിച്ചു വരിക. കാശിയേട്ടനൊരു കാര്യം അറിയോ, ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് ആ വീട്ടിലെ ഏറ്റവും പാവം ഇന്ദിരയാ. അവനോ? നിനക്കെന്താ ഭ്രാന്ത് വല്ലതും ഉണ്ടോ? ഞാൻ മനസ്സിലാക്കി വെച്ച ആ വീട്ടിലെ ഏറ്റവും ദുഷ്ടൻ അവനാ. ഈ പറഞ്ഞ ആദമിനെയൊക്കെ കാര്യം. ആദമൊന്നും എൻ്റെ അടുത്ത് ഒന്നും ചെയ്തിട്ടില്ലടാ. നീ ഇപ്പൊ പറഞ്ഞപ്പോ പോലും
അവൻ തെറ്റുകാരനാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ പക്ഷെ എന്തിനാണ് നീ പറഞ്ഞിരുന്നതെന്ന്, അല്ലെങ്കിൽ നീ പറഞ്ഞ ലിസ്റ്റിൽ ഒന്നാമതെങ്കിൽ ഞാൻ കണ്ണുടച്ച് പറഞ്ഞേനെ അവനെ നമ്മുടെ അച്ഛനെ കൊന്നേന്നു. പക്ഷെ നീ എങ്ങനെ പറഞ്ഞ അവനാ ഇത്ര പാവം ആ വീട്ടില്? പറയാം, അവൻ ചെയ്തതെല്ലാം തെറ്റാ, ഒരിക്കലും ആർക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. അതിനെ റിഗ്രറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് പാടുള്ള കാര്യമാണ്. ചിലർക്ക് അതിന് പറ്റും, ചിലർക്ക് അതിന് പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ അവൻ അതിന് നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ല ഞാൻ അവൻ പാവമെന്ന് പറഞ്ഞത്. അവൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ അവൻ ഒരിക്കലും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത എന്തോ പാസ്റ്റ് അവനുണ്ട്. ആ പാസ്റ്റിൽ അവൻ്റെ കൂടെ ഈ പറയുന്ന അച്ഛനോ അല്ലെങ്കിൽ ഈ പറയുന്ന സഹോദരങ്ങളോ ഈ പറയുന്ന ആരും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ ആ കാര്യത്തിൽ നിൻ്റെ ആദം ഹീസ് എ ബ്രില്യൻറ്റ് ഫ്രണ്ട്. അവനൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ആ ടൈമൊക്കെ അവൻ്റെ കൂടെ ആദം ഉണ്ടായിരുന്നു. ഇത് അവനും ആ അർജുനില്ലേ, അഖിലിൻ്റെ ചേട്ടൻ, അയാളും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ആ പാസ്റ്റാണ് അവൻ ഇങ്ങനെയൊക്കെ ആക്കിയത്. ഐ മീൻ ഒരു സെക്സ് എഡിക്റ്റ് അല്ലെങ്കിൽ ഇത്ര ക്രൂവൽ. ഐ തിങ്ക് അവന് മാനസികമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അവരുടെ ടോക്കിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നെന്നൊക്കെയാണ് എൻ്റെ ഒരു ഊഹം. കാരണം ഒരാൾക്കും ഇപ്പോൾ അവൻ സംസാരിക്കുന്ന ഒരു ഇത് വെച്ച് അവന് കിച്ചുവിനോട് ഇഷ്ടമാണ് എന്നെനിക്ക് ഉറപ്പാണ്. അവൻ്റെ ഇപ്പോഴത്തെ ബിഹേവിയർ അവനതെടുത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവൻ അതിനുവേണ്ടി പലതും കാണിക്കുന്നുണ്ട്. പക്ഷേ ചില സമയം അവൻ കാണിക്കുന്നതൊക്കെ ഒരുതരം ഭ്രാന്ത് പിടിച്ചവരെ പോലെയാണ്. അതും അവൻ്റെ പാസ്റ്റുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. ആ ടൈമിൽ അവനൊരു താങ്ങായിട്ട് അല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ച ഈ ഫാമിലി മെമ്പേഴ്സൊന്നും അവൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. അതാണ് അവൻ ഇങ്ങനെയൊക്കെ ആക്കാനായിട്ടുള്ള റീസൺ. തക്കതായ കാരണമുണ്ട്. കാരണമില്ലാതെ ഒരു മനുഷ്യനും ചീത്ത കാര്യങ്ങളിലോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ ചീത്തയാവത്തില്ല. സിനിമയിലൊക്കെ കാണൂലേ, പല പല സാഹചര്യങ്ങളാണ് പലരെയും ദുഷ്ടന്മാരും ദുഷ്ടത്തികളും ആക്കുന്നത്. അല്ലാതെ ജനിച്ചു വീഴുമ്പോഴേ ആരും ദുഷ്ടന്മാരും ദുഷ്ടത്തികളും അല്ലല്ലോ. എന്നും പറഞ്ഞ അവൻ്റെ പാസ്റ്റ് പറഞ്ഞ് ഞാൻ അവനെ ന്യായീകരിക്കുകയല്ല. അവൻ എൻ്റെ അനിയനോട് കാണിച്ചത് തെറ്റി തന്നെയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ട് എൻ്റെ അനിയൻ എന്താ അവനെ വെറുത്തോ? ഇല്ലല്ലോ. അവനിപ്പോഴും ഇന്ദ്രിയ മതി. അതാ സ്നേഹമെന്ന് പറയുന്നത്. ആർക്കും ഏതൊരു സാഹചര്യത്തിലും എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും വിട്ടുകൊടുക്കാത്തൊരു സംഭവം ഉണ്ടല്ലോ. അതിന് കിച്ചുവൊക്കെ അങ്ങ് മുകളിലാണ്. ഇപ്പം ഇന്ദിര അതൊക്കെ മനസ്സിലാക്കി വരിക. എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അവന് നല്ല ബുദ്ധി തോന്നിയെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ദിരയെക്കുറിച്ച് ഏകദേശം ഒരു പിടിയൊക്കെ എനിക്ക് കിട്ടി. പക്ഷെ ആദം അങ്ങനെയല്ല. ഹീസ് ടോട്ടലി മിസ്റ്റീരിയസ്. അവനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാം കാശിയേട്ടന് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും വേണ്ട കാശിയേട്ടാ. അല്ലെങ്കിൽ നാളെ അവനാണ് ഇതൊക്കെ ചെയ്തെങ്കിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരുന്നത് കാശിയേട്ടൻ തന്നെയാണ്. ഇല്ലടാ, ഒന്നുമില്ല. വിഷമമുണ്ട് അച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടുപേരും മാത്രം അറിഞ്ഞ് ചെയ്യാണ്ട് എന്നെ കൂടെ അറിയിക്കണം. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ചേട്ടനല്ലേടാ. പിന്നെ എനിക്ക് ആദവനെ ഇഷ്ടാടാ. ആദമായിരിക്കല്ലേ എന്നാ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് നമ്മൾ മാത്രം എന്താണ് ഇങ്ങനെ, നമ്മൾ സ്നേഹിക്കുന്നവരുടെ സ്നേഹം തിരിച്ചു കിട്ട യോഗമില്ലാത്തവരല്ലേ ശിവപ്രസാദിന്റെ മക്കള്. ഒരുപക്ഷെ ആദം എന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണു പൂട്ടി ഓക്കെ പറയുമായിരുന്നു. ഇപ്പൊ ഇതൊക്കെ അവരുടെ പ്ലാനാണോ അല്ലെങ്കിൽ നമ്മളെ വെച്ച് കളിക്കാണോ എന്നൊന്നും അറിയാണ്ട് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് അവനെ ഇഷ്ടമാണ്.
ഒരുപാട് ഇഷ്ടം, ഒരുപാട്. എനിക്കറിയാം കാശിയേട്ടാ. ദേ ഈ അങ്കിതിൻ്റെ ചേട്ടനായിട്ട് ഇങ്ങനെ നിന്ന് മോങ്ങുണ്ടല്ലോ, മൂക്കിനടിച്ച് ഞാൻ ചപ്പിക്കും. അതെ, നമുക്ക് തന്നെ വിധിച്ചതാണെങ്കിൽ ദൈവം അത് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടുതരും. മനസ്സിലായോ? ഞാൻ കാശിയേട്ടനോട് ഒന്നേ പറയുന്നുള്ളൂ, അവനാവരുതേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുവരെ അവനോ കാശിയേട്ടനായിട്ട് കാശിയേട്ടനോ ഇക്കാര്യത്തിൽ ഒരു ഹോപ്പോ പ്രതീക്ഷയോ വയ്ക്കുകയും ചെയ്യരുത്, കൊടുക്കുകയും ചെയ്യരുത്. എൻ്റെ ഇതുവരെ ഉള്ളൊരിതിൽ ആദമ വില്ലനാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എത്രയൊക്കെ അകറ്റാൻ പറ്റുമോ അത്ര അകറ്റി നിർത്തിക്കോ. പിന്നോട് അവനല്ല ഇതൊന്നും ചെയ്തെങ്കിൽ സത്യം തുറന്നു പറഞ്ഞ് നമ്മളടുത്ത് തന്നെ വരത്താം. എനിക്ക് തോന്നില്ല അച്ചു, എല്ലാം അറിഞ്ഞാലും പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമെന്ന്. ഇക്കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ ആദമ ഭയങ്കര സെൻസിറ്റീവാണ്. അവൻ സ്നേഹിക്കുന്നത് എന്നെയാണെന്ന് എനിക്കറിയാം. ആ വിധി, നമുക്കല്ലേലും അച്ഛനല്ലേ വലുത്, വേറെ ആരുമല്ലല്ലോ. ഇന്ന് നമുക്ക് വീട്ടിൽ പോയാലോ? പോവാം. നീ ഓക്കെ അല്ലേ? നോക്ക് കാശിയേട്ടാ, നമുക്ക് നമ്മുടെ കൂടെപ്പിറപ്പുകൾ മാത്രമേ ചില സമയം കാണത്തുള്ളൂ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലർക്ക് അങ്ങനെയൊന്നും കാണത്തു പോലുമില്ല. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിച്ചും സ്നേഹിച്ചും കഴിഞ്ഞവരാ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഇനി നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഒരാൾക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനോ ഒറ്റയ്ക്കാക്കാനോ പാടില്ല. അതുകൊണ്ട് കാശിയേട്ടൻ്റെ കൂടെ എന്ത് പ്രശ്നം വന്നാലും, ഇനി ആദമാണ് ഇതൊക്കെ ചെയ്തെങ്കിൽ പോലും അച്ചു കാണും, എന്തിനും കിച്ചുവും കാണും. അതുകൊണ്ട് ഒന്നും ആലോചിച്ചും വിഷമിക്കണ്ട കേട്ടോ. വിഷമമൊന്നുമില്ലടാ, അതെനിക്കറിയത്തില്ലേ നീയൊക്കെ രണ്ടും എൻ്റെ കൂടെ തന്നെ കാണുമെന്ന്. ഇപ്പം തന്നെ ഈ പ്രശ്നങ്ങളൊന്നും എന്നെ അറിയിക്കാത്തത് ഞാൻ വെറുതെ ടെൻഷൻ അടിച്ച് കൊളവാക്കണ്ടല്ലെന്ന് വിചാരിച്ചിട്ടല്ലേ? അറിയാടാ, ഞാൻ എവിടെ പോയാലും നിഴല് പോലെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കാണും. എല്ലാം ശരിയാവും. തെറ്റ് ചെയ്ത ആൾ എന്തായാലും അനുഭവിക്കുക തന്നെ വേണം. ഓ, ഇത് സ്ഥിരം പറയുന്നല്ലേ അഖിലേട്ടാ, എൻ്റെ പൊന്നഖിലേട്ടാ. അഖിലേട്ടൻ്റെ പ്രശ്നം എന്താ? അത് അച്ചു ആണെന്ന് അങ്ങ് സ്ഥാപിച്ച് നടക്കുവാണോ? അവൻ എന്താ നിങ്ങളെ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം അത് അവനാവോ? ഇങ്ങേരെ കൊണ്ട് സമാധാനമില്ലല്ലോ. എൻ്റെ പൊന്നഖിയേട്ടാ, അത് അവനല്ല. എൻ്റെ അഖിയേട്ടാ, അവൻ അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇത്രയും ദിവസമൊക്കെ? ഓ, എന്തുവാ പറഞ്ഞെന്ന് പറഞ്ഞ് ഐ ആം ഫ്രീ എന്നോ? അങ്ങനെ പറഞ്ഞാൽ എന്താ അച്ചു മാത്രമാണോ അങ്ങനെ പറയുന്നത്? ഓ, ഇത് കൊള്ളാം. കിച്ചുവിനെന്താ അങ്ങനെയൊന്നും പറഞ്ഞൂടെ? എപ്പോഴും ഒരാൾക്ക് പാവമായിട്ട് ഇനി ഇരിക്കാൻ പറ്റുമോ? ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ നിങ്ങളുടെ കാര്യം. ഓ എടാ പുല്ലേ, ഞാൻ അവനോട് നീ അച്ഛനോട് ചോദിച്ചപ്പോ അവനൊന്നും മിണ്ടിയില്ല, ഉടഞ്ഞു പോയി. അതെന്താ അവനൊന്നും മിണ്ടാത്ത? എടാ, അവൻ എന്നോടുള്ള അപ്രോച്ച് ഒന്നും ശരിയല്ലടാ, ഒരുമാതിരി പൈങ്കിളി. എനിക്ക് അറിഞ്ഞൂടാ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തുമില്ല, എന്നാൽ നിങ്ങൾക്കല്ല എന്നോട് പറയുകയും വേണം. വല്ലാത്ത കഷ്ടമാണ് അഖിലേട്ടാ നിങ്ങളുടെ കാര്യം. അതെ, ഇതൊക്കെ അഖിലേട്ടൻ്റെ വെറും തോന്നലാ. അവൻ മാറിയപ്പോൾ ചിലപ്പോൾ അവന് ഇങ്ങനത്തെ ചില ക്യാരക്ടേഴ്സൊക്കെ വന്നാണോ, ഇങ്ങനെ അപ്പുറത്ത് എന്താ പറയുന്നതെന്ന് പോയി നിന്ന് കേൾക്കും അങ്ങനെയൊക്കെ. അത് ചിലപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ തുടക്കമൊക്കെ ആയിരിക്കാം. പോകെ പോകെ ശരിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ശരിയാക്കിക്കൂടെ? നിങ്ങൾ പിറകെ അവൻ്റെ പിറകെ നടക്കാതെ നിങ്ങൾ അത് അച്ചുവാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാതെ ആ ചെറുക്കൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്, എടാ ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ, കാണുന്ന ഒരു തെരുത്തരിക്കും എന്ന്. അല്ലാതെ അത് അച്ചു എന്നും പറഞ്ഞുകൊണ്ട് നടക്കാതെ. അച്ചു ആണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ അനിയ ഇന്ദ്രിയനെ കൊന്നേനെ. ഓ, ഞാൻ നിങ്ങളെ ഇന്ന് വന്ന് കാണാനായിരുന്നു. അല്ലെങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ ഉള്ള കാര്യങ്ങളൊന്നും പോരാ, ഇനി നീ പുതിയ കെട്ട് ഇറക്കിക്കൊണ്ട് വന്നേക്കാണോ? കെട്ടുകൂട്ടൊന്നുമല്ല, ഇന്ദിര ഗ്രൂപ്പ്സിനെ ബാധിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. ഫിദേനെ ഞാൻ പോയി കണ്ടിരുന്നു 2 ദിവസം മുന്നേ.
അവള് രണ്ടും കൽപ്പിച്ച. ഇന്ദ്ര കിച്ചുവിനെ റേപ്പ് ചെയ്ത കേസ്, അത് കേസാക്കിയിട്ടില്ല, കേസായിട്ടുമില്ല. പക്ഷേ ആ ന്യൂസ് അവളുടെ ചെവിയിലെത്തിയിട്ടുണ്ട്. അതവൾ എടുത്ത് ന്യൂസിലിടുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ബഹളം. ചാനൽ വഴി പബ്ലിഷ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പോയി പറഞ്ഞിട്ടും ഇക്ക വേറെ എന്ത് കാര്യം വേണോ പറഞ്ഞോ, ഇത് ഞാൻ കേൾക്കത്തില്ല എന്ന് പറഞ്ഞ അവൾ വാശിയായിരുന്നു. പക്ഷെ ഇതുവരെ ഇട്ടില്ല. ഇടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും ഒന്ന് കരുതിയിരുന്നോളാൻ പറയാം എല്ലാവരോടും. ആ, നന്നായി, വണ്ടർഫുൾ. അല്ലെങ്കിലേ 100 കൂട്ടം പ്രശ്നം, അതിൻ്റെ ഇടയിൽ കൂടി ഇനി ഇതും കൂടെ. ഇതിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, നിന്റെ അനിയത്തിക്ക് എന്താടാ അവനോട് ഇത്ര ദേഷ്യം? നീയായിട്ടല്ലേ അവനെ ബ്രേക്കപ്പ് ആക്കിയത്. അതിന്റെ റീസണൊക്കെ എനിക്കറിയാം. അവളെ തട്ടിക്കൊണ്ടുപോയിട്ട്, അതും അവക്ക് വേണ്ടി. എന്നിട്ട് അതിന് ഇന്ദിരയോട് ദേഷ്യം? എനിക്കറിയത്തില്ല. ആ പ്രശ്നത്തിന് ശേഷം അവളോട് ഞാൻ 1000 വട്ടം ചോദിച്ചതാണ്. അവൾക്ക് നന്നായിട്ടറിയാം അവൾ ആരാ അന്ന് കിഡ്നാപ്പ് ചെയ്തതെന്ന്. പക്ഷെ അവൾ അതൊട്ടും പറയത്തുമില്ല. മെനങ്ങാന്ന് കണ്ടപ്പോൾ അവൾ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്കെന്തോ ഡൗട്ട് പോലെ തോന്നി. ഞാൻ തന്നെ ഇന്ദ്രയെ വെറുക്കും, ഞാൻ തന്നെ ഇന്ദ്രേനെ നാശം കാണണമെന്ന് അവളോട് പറയും. അവളെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. എല്ലാം ഞാൻ അവൾക്ക് വേണ്ടിയാണ് ചെയ്തത്. എൻ്റെ പ്രണയം കളഞ്ഞത്. ഇന്നും എനിക്ക് അവനെ ഇഷ്ടമായില്ല ഏട്ടാ. എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ മാത്രം ആരുമില്ലല്ലോ, ഇന്ദ്ര പോലും. അത് നീ പറയരുത്. അക്കാര്യത്തില് അവൻ മാന്യനാ. ഇന്നും അവന് നിന്നെ ഇഷ്ടമാണ്. സത്യത്തിലെടാ അവൻ ഒരു പൊട്ടനാ. അവൻ കൺഫ്യൂസ്ഡ് ആടാ. നിന്നോടും കിച്ചുവിനോടും ഉള്ള 2 സ്നേഹം കൂടി മിക്സഡ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാത്തൊരു അവസ്ഥയില്ലേ? ആ അവസ്ഥയിലാ അവ ഇപ്പോ. അതെനിക്ക് മനസ്സിലായി. വേറൊരു കാര്യമുണ്ട്, നിന്റെ ഇന്ദ്ര നന്നായിട്ടുണ്ട്. എന്നോടൊന്ന് സംസാരിക്കാൻ സോറി പറയുകയൊക്കെ ചെയ്തു. ഇനി ആരോടൊക്കെയോ സോറി പറയണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ മാറ്റം അവന്റെ നല്ലതിനാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ആ അച്ഛൻ്റെ വീണ്ടും അവൻ കുത്തുകൊണ്ട് ചാവും. അത്രേ ഉള്ളൂ. ഇനി ഒരു കുത്തുകൂടെ കൊള്ളാനുള്ള ആരോഗ്യം അവന്റെ ശരീരത്തിലുള്ളൂ. നല്ല മെലിഞ്ഞു. പാവമൊന്നുമല്ല, കയ്യിരിപ്പമാതിരിയാണല്ലോ. അനിയനായി പോയില്ലേ. അത് പറയാൻ എനിക്ക് യോഗ്യതയില്ലടാ. നീ തന്നെ ആലോചിച്ച് നോക്ക്. അവനൊരു നല്ല ചേട്ടനായിട്ട് ആ വീട്ടിൽ ആരെങ്കിലും ഇന്നേ വരെ നിന്നിട്ടുണ്ടോ? അവൻ ഇങ്ങനെ ആയാലൊന്നും എനിക്കൊരു അത്ഭുതമില്ല. പക്ഷെ കിച്ചുവിനോട് ഇതൊന്നും വേണ്ടായിരുന്നു. അത് കുറച്ച് കൂടിപ്പോയി. അതിനൊരിക്കലും അവന് ഞാൻ സപ്പോർട്ട് നിൽക്കത്തില്ല. അവന് സപ്പോർട്ട് ചെയ്ത് അതിനൊരിക്കലും ഞാൻ സംസാരിക്കുകയില്ല. കാരണം അത് ഇച്ചിരി കൂടുതൽ തന്നെയാണ് അവൻ കാണിച്ചത്. അഗിയേട്ടനൊരു കാര്യം ഓർമ്മ ഉണ്ടോ? ഞങ്ങൾ കോളേജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴാണല്ലോ ബ്രേക്കപ്പ് ആയത്. ആ ടൈമിന് ബ്രേക്കപ്പ് ആവുന്നതിന് മുമ്പേ, അതായത് ഞാൻ അവനോട് ബ്രേക്കപ്പ് പറയുന്നതിന് മുമ്പേ ഉള്ള 1 മാസം, ആ 1 മാസത്തെക്കുറിച്ച് ഞാൻ അഗിയേട്ടനോട് പറഞ്ഞത് അഗിയേട്ടന് ഓർമ്മ ഉണ്ടോ? ആരോടും മിണ്ടാതെ ഒരുമാതിരി ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലുള്ളൊരു ഇന്ദ്ര. അങ്ങനൊരു ഇന്ദ്രനെ ആ 2-3 വർഷത്തിനകത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ അന്ന് ഞാൻ കണ്ടു. ആ 1 മാസം തൊട്ടേനും പിടിച്ചതിനും ദേഷ്യം, ശരീരത്ത് തൊടുന്ന ഇഷ്ടമല്ല, അറപ്പ്, അറിഞ്ഞൂടാ, സാറന്മാരോട് വരെ ദേഷ്യം. അവൻ എന്തിനാ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു ഞാൻ പോയി നമുക്കിതൊക്കെ നിർത്താം, ബ്രേക്കപ്പ് ആവാം എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് പറയുമ്പോൾ അവ അതിനെ എതിർക്കുമെന്ന്. ഇല്ല, അവ എടുത്ത വായാലേ ഓക്കെ എന്ന് പറഞ്ഞു. അത് അന്നേ എന്നെ ഡൗട്ട് ചോദിപ്പിച്ച കാര്യം തന്നെയാണ്. അന്നത്തെ ഇന്ദ്ര പിന്നെ മാറിയിട്ടില്ല. ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞതിന് ശേഷവും അതുപോലെ തന്നെ. അഗിയേട്ടൻ പറഞ്ഞത് ശരിയാ, അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതാരും അറിഞ്ഞില്ല, ആരോടും അവൻ പറഞ്ഞതുമില്ല, ആരും അവനോട് ചോദിച്ചതുമില്ല. ഈ പറയുന്ന ഞാൻ പോലും. എൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ കൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ പാടാണ് അഗിയേട്ടാ. കാരണം കിച്ചു ഹീസ് എൻ ഇന്നസെൻറ്റ്. അവനെപ്പോലെ ഒരാളെ കിട്ടാൻ ഇന്ദ്ര പുണ്യം ചെയ്യണം. എന്നെപ്പോലെയല്ല. ഞാനൊക്കെ എന്ത് അവയില്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ കിച്ചു അങ്ങനെയല്ല. കിച്ചുവിൻ്റെ ഓരോ ശ്വാസം പോലും ഇന്ദ്രയ്ക്ക് വേണ്ടിയാണ് തുടിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും അവനോട് കിച്ചുവിന് വേണ്ടി ജീവിക്കാൻ പറ. അഗിയേട്ടൻ പറഞ്ഞാൽ കേൾക്കും. നന്നായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ കേൾക്കും. പഴയ ഇന്ദ്ര പാവമായിരുന്നില്ലേ?
എന്തൊരു സ്നേഹമായിരുന്നു. ആ ഇന്ദിരയെ കാണാൻ പറ്റിയ വി ആർ സോ ലക്കി. ഞാനിതൊക്കെ പറഞ്ഞടാ അവൻ്റെ ഒരു പ്രചോദനമായിട്ട്. ഈ ലോകത്ത് അവനും കിച്ചു ഒന്നിക്കുന്ന കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നീയാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെങ്കിലും മാറിയാ മതിയായിരുന്നു. മാറും. ഇത്രയും നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളുള്ളപ്പോൾ അവന് മാറാതിരിക്കാൻ പറ്റുമോ? എന്നാ ഞാൻ ഇറങ്ങട്ടെടാ. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനാണെന്നല്ല, ഞാൻ തന്നെയാണ്. അവൻ നന്നാവുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതും കിച്ചുവിൻ്റെ കൂടെ ആണെങ്കിൽ അത്രയും നല്ലത്. എന്നാൽ ശരിയെന്ന് വിട്ടോ, ഞാനും ഇറങ്ങുക. ബൈ. നീ എപ്പോഴാണ് കശി വന്നേ? ഞാനങ്ങ് ബാൽക്കണി നിൽക്കുമായിരുന്നു, നിന്നെ കണ്ടില്ല വന്നത്. നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? കിടക്കാൻ പോവാണോ? കശി, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ട് നമുക്ക് കിടന്നാൽ പോരെ? എന്താ കാര്യം? എന്തായാലും പെട്ടെന്ന് പറ, എനിക്ക് നല്ല തലവേദന, കിടക്കണം. തലവേദനയാണെങ്കിൽ കിടന്നോ, നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, കിടന്നോ. നോക്കാതെ നാളെ ആയാലും ഇന്നാലും ഞാൻ തന്നെയല്ലേ കേൾക്കേണ്ടത്. പിന്നെ നാളെ എൻ്റെ മൂഡ് അത്രയും നേരെ ഒന്നും ആയിരിക്കത്തില്ല. കൊല്ലം പറയണമെങ്കിൽ പെട്ടെന്ന് പറ, എന്താ കാര്യം? എന്താടാ പറ്റിയേ? നീ പുറത്തു പോകുന്നവരൊക്കെ ആയിരുന്നല്ലോ, എന്തു പറ്റി? കിച്ചുവായിട്ട് എന്തെങ്കിലും വഴക്കായോ? അതെനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പറ, എന്താ കാര്യം? ഓക്കെ ചൂടാവണ്ട. ആക്ച്വലി ഞാൻ നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങാം. നീ ക്ലാസ്സിന് വരുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. അത് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തത്, പിന്നെ എനിക്കിങ്ങനെ വീട്ടിൽ നിൽക്കാനോ നിന്നോട് അധികം സംസാരിക്കാനോ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ടൈം കാണത്തില്ല. ന്യൂ സെമിസ്റ്റർ എക്സാമൊക്കെ വരികയല്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ പറയാനുള്ളത് പറഞ്ഞിട്ട് നാളെ തൊട്ടൊരു ന്യൂ ലൈഫ് പോലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാ ഞാൻ ഇന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞത്. നിനക്ക് വയ്യെങ്കിൽ നാളെ പറയാമെന്ന് പറഞ്ഞതാണ്, ബട്ട് നീയാ കേൾക്കാത്തത്. എനിവേ, കാശി, എനിക്ക് നേരത്തെ ഞാനിത് പറയാൻ വന്നതായിരുന്നു. അപ്പോഴാണ് കിച്ചു വന്ന് കാശിയും കിച്ചും കൂടെ വെളിയിൽ പോയത്. കാശി, എനിക്കിങ്ങനെ പ്രപ്പോസ് ചെയ്ത് ശീലമൊന്നുമില്ല. അത് നിനക്ക് ഇപ്പം തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. ഒരുമാതിരി പൈങ്കിളി പോലെ കാണൂല്ലേ. എനിക്കാരോടും പ്രേമവും തോന്നിയിട്ടില്ലടോ ഇതിനു മുമ്പേ. ഫസ്റ്റ് ടൈമാണ് ഒരാളോട്, ഫസ്റ്റ് ടൈം ഒരാളെന്നെ ഇങ്ങനെ കിസ് ചെയ്യുന്ന പോലും. ആൻഡ് ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ അത് വേറൊരു തിങ്കായിപ്പോവും. ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്കറിയാം നമ്മളെ പാർട്ട്നേഴ്സാണ്, ഹസ്ബൻഡ്സാണ്. ഇതൊട്ടും ഒക്കത്തില്ലെങ്കിൽ ഡിവോഴ്സ് ആവാന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ബട്ട് നൗ ഐ കാണ്ട്. എന്നെക്കൊണ്ട് ഒക്കത്തില്ല. നീ ഇല്ലാണ്ട് ഒരു മിനിറ്റ് പോലും എന്നെക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സോ ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ നിന്നൂടെ? എൻ്റെ മാത്രമായിട്ട്. ഇതിനുള്ള മറുപടി സിമ്പിളാണ്, നോ, എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് ലിസൺ, നിനക്കാണ് ഞാനില്ലാണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞത്, അല്ലാതെ എനിക്കല്ല. രണ്ടുപേരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലൈഫ് മുമ്പോട്ട് പോകത്തുള്ളൂ. എനിക്ക് ഏതായാലും പറ്റത്തില്ല ഇതുപോലെ 4 ചുവരിനുള്ളിൽ നിന്നെപ്പോലൊരു പഴഞ്ചൻ പ്രൊഫസറെ കെട്ടിക്കിടക്കാനായിട്ട്. എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. പുറത്തു പോകണം, സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെ. നിനക്ക് ചിലപ്പോൾ ഇതൊരു അബദ്ധമായിട്ട് തോന്നുന്നില്ലായിരിക്കാം, പക്ഷെ എനിക്ക് അബദ്ധത്തിൽ സംഭവിച്ചത് അബദ്ധത്തിൽ തന്നെയാണ്. ഈ മാരേജ് തൊട്ട് ആ കിസ് ഉൾപ്പെടെ എല്ലാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റബ്ബിഷ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നിർത്ത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ പിടിച്ച് ഫ്ലേർട്ട് ചെയ്തേക്കാം, എന്നെ പിടിച്ച് കിസ് ചെയ്തേക്കാം, അതൊക്കെ. എനിക്കിതിന് ഒന്നിനും താല്പര്യമില്ല, എസ്പെഷ്യലി നിന്റെ കൂടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെക്കാൾ ഒരു ബെറ്റർ വണ്ണിനെ കിട്ടത്തില്ലേ? ഞാനതിനെ നിന്നെ നോക്കുന്നത്. ആൻഡ് മൈ ഫൈനൽ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്, നോ. ഞാനും നിന്നൊക്കെ തന്നിട്ടുണ്ട്, നീ അടുത്തത് അതാ പറയാൻ പോകുന്നത് എനിക്കറിയാം. അത് പിന്നെ ചുളുവിൽ ഒരുത്തം വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരായാലും ഒന്ന് ആസ്വദിച്ച് നിൽക്കത്തില്ലേ? നീ എന്താ വിചാരിച്ചേ എന്റെ ഫസ്റ്റ് നീയാണെന്ന്? നോ വേ. ഞാൻ മുംബൈയിലാണ് പഠിച്ചത്, മുംബൈയിലാണ് വളർന്നത്. ഞാൻ എത്ര എണ്ണത്തിനൂടെ പോയിട്ടുണ്ടെന്ന് നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇമാതിരി ഒലിപ്പീരുമായിട്ട് എന്റെ പറയാൻ നടക്കണ്ട.
അത് എൻ്റെ അടുത്ത് ഏക്കത്തുമില്ല. അത് പിന്നെ ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോ ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ. വെറുതെ എന്റെ പിറകെ കടിച്ചു നോക്കി നടക്കണ്ട. എന്റെ പിറകെ നടന്നിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഞാൻ എന്തായാലും പോവും, അത് ഉറപ്പാ. സോ വെറുതെ എന്തിനാ നിന്റെ ലൈഫ് നീ ആയിട്ട് സ്പോയിൽ ചെയ്യുന്ന ആദം? നീ എന്നെ പറ്റിക്കുന്നല്ലോ അല്ലേ? ഇതൊക്കെ വെറുതെ പറഞ്ഞല്ലേ? ആർ യു മാഡ്? ഇത്രയും സീരിയസ് ആയിട്ട് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വെറുതെ പറഞ്ഞാണെന്നോ? എനിക്കതിന്റെ ആവശ്യം എന്താ? എനിക്കതിന്റെ ആവശ്യം എന്താ? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേ. നീ ആയിട്ടൊരു ലൈഫ് ഇറ്റ്സ് ഇമ്പോസിബിൾ. കാശി വെറുതെ പോലും ഇങ്ങനെ പറയല്ലേ കാശി, പ്ലീസ്. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റത്തില്ല. ലൈഫിൽ ഞാൻ അനുഭവിക്കുന്ന ഓരോ ഹാപ്പിനെസ്സിൻ്റെ അണുവിലും നീ വേണമെന്ന് എൻ്റെ ആഗ്രഹം. അത് നീ ആയിട്ട് ഇല്ലാതാക്കരുത്. അയ്യോ, നീ ഇതൊക്കെ വെറുതെ പറയുന്നതാ. നിനക്കെന്നെ ഇഷ്ടമാ, അത് നീ പറയാതെ പല പ്രാവശ്യം നിൻ്റെ ഈ കണ്ണുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. വെറുതെ കള്ളം പറയരുത്. ഞാനൊരിക്കലും ഇന്ദ്രിയെ പോലെ അല്ല. എനിക്ക് നിന്നെ ഇഷ്ടമാ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ കാശി. നീ ഇല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ എൻ്റെ അടുത്ത് നകന്നു കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നതിന് തുല്യമാ കാശി. നൈസ്. ഒരുപക്ഷെ നീ ഇന്ദ്രിയെ പോലെ ആയിരുന്നെങ്കിൽ ആദ്യം ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്തേനെ. ഫ്രണ്ട്സ് ഫോർ ബെനിഫിറ്റ്സ് എന്നൊരു ഡിമാൻഡിലെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകായിരുന്നു. ബട്ട് നീ ഭയങ്കര സീരിയസാ. പോരാഞ്ഞിട്ട് നീ ഭയങ്കര സെൻസിറ്റീവും. എന്നെ കൊണ്ട് വയ്യ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഐ എം റിയലി സോറി. കാശി, എനിക്കറിയാം നീ ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ. നീ എന്നോട് പ്രാങ്ക് കാണിക്കല്ലേ? വേണ്ട കാശി, എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. പ്ലീസ് ഡോണ്ട് പ്ലേ ലൈക്ക് ദിസ്. എൻ്റെ ഫീലിങ്സ് വെച്ച് കളിക്കരുത് കാശി, പ്ലീസ്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ ആർക്കും വേണ്ടി ഇങ്ങനെ കരഞ്ഞിട്ടോ യാചിച്ചിട്ടോ ഇല്ല. നിന്റെ കാല് പിടിക്കാം, നീ ആരെ കൂടെ പൊക്കും. പക്ഷെ എന്നെ വിട്ടിട്ട് പോലെ കാശി, പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തൻ്റെ ഹസ്ബൻഡായിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. ആൻഡ് ഇത്ര സെൻസിറ്റീവ് ആവാൻ പാടില്ലാതെ ആരെയും മുമ്പില്. ഞാൻ കിടക്കാൻ പോവാ. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ. ഇനി ഇതിനെക്കുറിച്ച് നമ്മുടെ കടയിൽ ഒരു സംസാരം വരാൻ പാടില്ല. ശരി എന്നാ. കാശി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. നീ എന്നെ അങ്ങ് കുത്തിക്കൊന്നാൽ പോലും ഞാൻ ഇത്ര വേദന അനുഭവിക്കത്തില്ല. എനിക്കിങ്ങനെ നിന്ന് തീ തിന്നാൻ വയ്യ. പറ, എന്നെ വേണോ? എന്താ നിനക്കത് ചെവി കേൾക്കത്തില്ലേ? എനിക്ക് നിന്നെ വേണ്ട 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 വേണ്ട. ഇത്ര നേരമായി പറയുന്നു. എനിക്ക് നിന്നെ പോലെ ഒരാളുടെ കൂടെ ലൈഫ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ നിന്നെ പോലെ ഒരാളെ എനിക്ക് വേണ്ട. നീയൊക്കെ ചതിയന്മാരാ. അത് മാത്രമല്ല, അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നിന്റെ മുമ്പ് അഭിനയിച്ചതാ. എല്ലാം ഞാൻ അഭിനയിച്ചതാ. നീ വെറുതെ തരുന്നതൊക്കെ വാങ്ങാൻ നല്ല സുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിന്ന് തന്നതാ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാ. ഇനി നീ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇങ്ങനെ നിന്നങ്ങ് തരും. കാരണം എന്റെ ലക്ഷ്യവും ഇന്ദ്രിയെ പോലെ അതൊക്കെ തന്നെയാ. എന്താ ഇനി നിനക്ക് വല്ല അറിയണോ? വേണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അങ്ങനെ പറയല്ലേ കാശി. എനിക്ക് നിന്നെ വേണം. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല കാശി. എൻ്റെ ലൈഫിൽ ഇപ്പം നീ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേറെ ഒന്നും വേണ്ട. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. ഞാൻ ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കും. പ്ലീസ് എന്നോട് ജീവിക്കണ്ടെന്ന് മാത്രം പറയല്ലേ കാശി, പ്ലീസ്. ആദം, ക്യാൻ യു പ്ലീസ് സ്റ്റോപ്പ് ദിസ് ഫക്കിംഗ് ഡ്രാമ? ഇതൊന്ന് നിർത്തുവോ? എനിക്കിത് കോണണ്ട. ഒന്നുമില്ലെങ്കിൽ താ ഒരു പ്രൊഫസർ അല്ലേ? എന്റെ മുമ്പൊക്കെ കിടന്ന് കെഞ്ചെന്നു.
എനിക്ക് നിന്നെ വേണ്ട. ദാറ്റ്സ് ഇറ്റ്. ഇതിവിടെ തീർന്നു. ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ച ഞാൻ എങ്ങോട്ടെങ്കിലും പിച്ചാവും. അതാ എൻ്റെ അവസ്ഥ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലീവ് മീ അലോൺ പ്ലീസ്. വേണ്ട കാശി, ഇനി ഈ കാര്യമൊന്നുമല്ല. ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് വേറെ ഒരു കാര്യവും പറഞ്ഞ് നിന്നെ ആദ്യം വേദനിപ്പിക്കില്ല. പ്രോമിസ്. ഒന്നും പറഞ്ഞ് നിന്റെ അടുത്ത് വരത്തുമില്ല, നിന്നെ ഇറിറ്റേറ്റ് ചെയ്യത്തുമില്ല. ഇതാദ്യം തരുന്ന സത്യം. ഇനി ഒരിക്കലും നിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. പ്രോമിസ്. എന്തോ ടീച്ചായ? എന്താ കുറേ നേരമായാലും ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും വയ്യായിക വല്ലതും ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോകണോ? വയ്യായികൊന്നുമില്ലടാ. ഞാനിങ്ങനെ അവന്മാരെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവന്മാരുടെ ഇടയ്ക്ക്. ഒന്നും എന്നോട് പണ്ടേ പറയത്തില്ല. എന്തേലും ഉണ്ടെങ്കിൽ അവർ പറയും. അതിത് ഇച്ചായൻ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതല്ലേ, അല്ലാണ്ട് അവർ പറയാത്തൊന്നും ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് പ്രശ്നമുണ്ടെന്നാ? കിച്ചുവിന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ ആർക്ക് വേറെന്ത് പ്രശ്നമാണ്? ഇച്ചായൻ ആദമിനോട് മിണ്ടിയായിരുന്നു നേരെ ചൊവ്വേ? ഇല്ല, മിണ്ടണമെന്നുണ്ടായിരുന്നു. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. അവനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ മുമ്പ് പോയി നിൽക്കാനുള്ള അർഹത പോലും എനിക്കില്ലല്ലോ സിദ്ധു. ഞാൻ എന്തെന്നും പറഞ്ഞു പോയി നിൽക്കാനാ? ഇതാ നിങ്ങളുടെ പ്രശ്നം. ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ അവനോടൊന്ന് നേരെ ചൊവ്വേ സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിലുള്ളൂ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതാദ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അവ ഒരു പാവം ഇച്ചായ. എൻ്റെ കൂടെ അല്ലേ അവൻ വളർന്നത്. ഇച്ചായനെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് അവനെ. എനിക്കറിയാം, ഈ വീട്ടിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പാവം അവനാണ്, ഏറ്റവും സെൻസിറ്റീവ്. അവനെപ്പോലൊരു അപ്പാവി ഈ വീട്ടിൽ വേറെയില്ല. ഈ പറയുന്ന ഞാൻ പോലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ 16 തിരിച്ചു പറയും. പക്ഷെ അവൻ അങ്ങനെയല്ല. അവൻ ഇന്ദിരയോട് കാണിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ ആരോടും കാണിക്കത്തില്ല. ഇന്ദിരയോട് പറയുന്ന പോലെ അവൻ നമ്മൾ ആരോടും പറയത്തുമില്ല. ഇന്ദിരയെ അവൻ 2 തല്ല് തല്ലിയാലും ഇന്ദിര നിന്ന് കൊള്ളും. കാരണം അവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്. അവരങ്ങനെയാണ് വളർന്നത്. പക്ഷേ ആ സ്വാതന്ത്ര്യം വേറെ ആരുടെ കാണിക്കുന്ന കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അവന് കാശീനെ ഇഷ്ടമായിച്ചായ ഒരുപാട്. ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്നേക്കാളപ്പുറം അത്രയ്ക്കിഷ്ടമാണ്. അതവൻ കാശീനെ നോക്കുന്ന ഓരോ നോട്ടത്തിലും എനിക്ക് മനസ്സിലായതാണ്. കാശിക്കും അത് തിരിച്ചുണ്ടെന്ന് അവരുടെ സംസാരവും പ്രവൃത്തിയൊക്കെ കാണുമ്പോഴേ അറിയാം. എന്തായാലും അവർ ഒന്നായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. ഇതിൽ ഇച്ചായൻ്റെ തെറ്റെന്തെന്ന് വെച്ചാൽ ഇച്ചായൻ പോയി അവനോട് നേരെ ചൊവ്വേ മിണ്ടണം. ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് എന്നെ ഏൽപ്പിച്ചിട്ട് പോയി എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയാവൂ. അവനറിയത്തില്ല. അവൻ്റെ ചിന്താഗതിയിൽ അവൻ ഇന്നും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? എന്തായിരിക്കും ഇച്ചായനറിയോ? ഇച്ചായൻ അവനെ കളഞ്ഞിട്ട് അവരുടെ കൂടെ പോയി. അതവനൊരു വിഷയമായിരിക്കത്തില്ല, കാരണം അവൻ ഒരു കുറവും അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും സ്വന്തം ചോരയേക്കാൾ വലുത് മറ്റൊന്നും വരൂല ഇച്ചായ. അതുകൊണ്ട് ഇച്ചായൻ അവനോട് നേരെ ചൊവ്വേ മിണ്ടേ സംസാരിക്കുകയും ചെയ്യണം. സംസാരിക്കണമല്ലോ. ഏതായാലും കാശിയുടെയും കിച്ചുവിൻ്റെയും ലൈഫ് നല്ലതുപോലെ ഇരുന്നാൽ മാത്രം മതി എനിക്ക്. കാശിയുടെ ലൈഫ് നല്ലതായ എൻ്റെ അനിയ ആദമിൻ്റെ ലൈഫ് നല്ലതാണ്. ആൽവിൻ പഠിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ, നോക്കാം. അവരൊക്കെ ഹാപ്പിയാണെങ്കിൽ ഞാനും ഹാപ്പിയാ സിദ്ധു, ഒരുപാട് ഹാപ്പി. ഒരു പ്രശ്നമില്ലായിരുന്നെങ്കിൽ എത്രയും നന്നായേനെ. കിച്ചുവിൻ്റെ മാറ്റം നല്ലതിനാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. നല്ലതിനാണെന്നല്ല, നല്ലതിന് തന്നെയാണ്. ഇച്ചായൻ ഇന്ദിരയെ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഈ 2-3 ദിവസം കൊണ്ട് അവൻ ഒരുപാട് മാറി. അവന് നല്ല മാറ്റമുണ്ട്. അവനെ കിച്ചുവിന് ഒരുപാട് ഇഷ്ടമാണ്. അത് കണ്ടാലേ അറിയാം. കിച്ചു ഇല്ലാതെ അവനൊട്ടും പറ്റുന്നില്ല. കിച്ചുവിൻ്റെ ഈ മാറ്റം കാരണം കിച്ചു അവനെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും അവനെ കൊണ്ട് താങ്ങാൻ പോലും പറ്റുന്നില്ല. ആ മാറ്റം എന്തുകൊണ്ട് നല്ലത് തന്നെയാണല്ലോ. നല്ലതാ. എനിക്ക് പേര് അച്ചുവിൻ്റെ കാര്യത്തിലാണ്. അവൻ
നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല, പണ്ട് ശിവങ്ങള് മരിച്ചതിന് ശേഷം, ശിവച്ചൻ മരിച്ചതിന് ശേഷം 1 മാസം അവൻ ലീവ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ശിവച്ചൻ ആരെ കൊന്നേന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പിറകെയായിരുന്നു, ഒരുതരം ഭ്രാന്ത് പിടിച്ച പോലെ. ഇന്നാള് സായി വക്കീല് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ കേസിന്റെ ഡീറ്റെയിൽസ് വാങ്ങാൻ ചെന്നായിരുന്നു ദേവമ്മയുടെ. ആ ടൈമിന് പണ്ടത്തെ എഫ്ഐആറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അതെന്തിനാ വീണ്ടും അവൻ വാങ്ങിച്ചതെന്ന് എനിക്കറിയത്തില്ല. അന്ന് ദേവമ്മയെ ഞാനും കൂടെ പറഞ്ഞവനെ തിരുത്തിയതാ, അതിന്റെ പിറകെ പോണ്ട, അത് ഇനി ഒരു ഇഷ്യൂ ആക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അച്ചുവിന്റെ സ്വഭാവം വെച്ച് അച്ചു അത് കേൾക്കാൻ വഴിയില്ല. എന്നാലും വെറുതെ ഇനി അതിന്റെ പിറകെ പോകുമെന്ന് എനിക്ക് ചെറിയൊരു പേടി. പോവാതിരുന്നാൽ മതിയായിരുന്നു. ശിവച്ചന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ലെന്ന് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. അതിന്റെ പിന്നിൽ ആരാന്ന് അറിയത്തില്ല. വെറുതെ അതിന്റെ പിറകെ പോയി എന്റെ പിള്ളേർക്കൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. അച്ചുവിനാണെങ്കിൽ ദേഷ്യം വന്ന അവൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ഇപ്പൊ തന്നെ കിച്ചുവിന് അങ്ങനെ സംഭവിച്ചതിന് ഇന്ദ്രനെ ചെയ്തത് നീ കണ്ടില്ലേ? അവൻ മുന്നും പിന്നെ നോക്കത്തില്ല. സഹോദരങ്ങൾക്കോ കൂടപ്പിറപ്പുകൾക്കോ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ വല്ല സംഭവിച്ചാൽ അവൻ ഒരുതരം ഭ്രാന്തനെ പോലെയാ പെരുമാറുന്നത്. ചെറുക്കൊരു നല്ല ബുദ്ധി തോന്നിച്ചാൽ മാത്രം മതി. ദേവസിന് കൊടുത്തൊരു വാക്കിന്റെ പേരില അവ ഇത്രയും കാലം ഡോക്ടർ പഠിക്കാനായിട്ട് ജർമ്മനി നിന്നത്. അല്ലാതെ അവന് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. അച്ഛനോടുത്ത വാക്ക എപ്പോഴും പറയും. ഇനിയും അവൻ പ്രാക്ടീസിങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ കയറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ അങ്ങനെയാ, എനിക്ക് അറിഞ്ഞൂടാ. കാശി പിന്നെ വേറെ ലോകത്താടാ. അവൻ അച്ഛൻ പോയതിനു ശേഷം അവനും ഒരു ഭാഗത്ത് തളർന്നതാ. കിച്ചുവിന്റെ മുമ്പിൽ വെച്ചല്ലായിരുന്നു മരണം. അതിനുശേഷം അവനും ഇങ്ങനെയായി. അവൻ പണ്ടേ ഇങ്ങനെ തന്നെയാ, ഒരു പാവം അപ്പാവി. ആവശ്യത്തിന് മാത്രം വാതുറക്കും. അതിനെയാ ഇന്ദ്ര അങ്ങനെയൊക്കെ ചെയ്തത്. എൻ്റെ ഇച്ഛായ അവൻ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അതോർത്ത് റിഗ്രറ്റ് ചെയ്യുന്നതും വിഷമിക്കുന്നതും അവൻ തന്നെയാണ്. കാരണം കിച്ചു അവനെ അത്രമാത്രം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കൂടുതൽ വലുത് ഇനി എന്ത് ശിക്ഷ അവന് കിട്ടാനുള്ള? ഈ വീട്ടിൽ ആരും അവനോട് മിണ്ടുന്നില്ല. എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തിയിട്ടേക്കുക. ഇച്ഛായ നോക്ക്, ഒന്നുമില്ല, എല്ലാം ശരിയാവും. നമ്മളൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ലല്ലോ. എല്ലാം ശരിയാവും, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അത് നമ്മൾ കാണുകയും ചെയ്യും. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. ഓ എന്റെ കർത്താവ്, ഈ ചെറുക്കൻ ഇത് എവിടെ പോയി കിടക്കുവാണോ എന്തോ. ഈ ചെറുക്കനെ തപ്പി എന്റെ ജീവിതം ഇങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ. കൊച്ചു പിള്ളേരെ പോലും ഇങ്ങനെ തപ്പണ്ടല്ലോ. ഇതോ നിൽക്കുന്നത്, ഇതോ മാനത്തെന്തോ വല്ലത് ഉരുട്ടി വെച്ചിട്ടുണ്ടോ? ഡാ, നീ ഇവിടെ എന്ത് ചെയ്യുവാ? നിന്നെ അവിടെ താഴെ എല്ലാരും വിളിക്കുന്നുണ്ട്. കുറെ നേരമായല്ലോ ഞാൻ ഈ വീട് മുഴുവൻ നടന്ന് തിരക്കാൻ തുടങ്ങിയിട്ട്. നീ എന്തിനാ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നേ? ചുമ്മാ വന്ന് നിന്നതാ. ജനി ചേച്ചി, എനിക്കുണ്ടല്ലോ, എനിക്ക് അച്ചുവിനെയും കാശിയേട്ടനെയും ഇന്ദിരനെയൊക്കെ കാണാൻ തോന്നുക. അവരോട് ഇരിക്കണം, ഇന്ദിരയുടെ സംസാരിക്കണം, ഇന്ദിരയുടെ വഴക്കുണ്ടാക്കണം. ഇന്ദിര ചീത്ത പറയാത്തതുകൊണ്ട് എൻ്റെ ദിവസം പോകുന്നില്ല. എനിക്ക് അവരെയൊക്കെ മിസ് ചെയ്യുക. ഞാൻ അച്ചുവിനെ വിളിച്ചിട്ട് അങ്ങ് പോവാൻ പോവാ. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ നിന്റെ അച്ഛനെ വിളിച്ച് പറ. അല്ലെങ്കിൽ ഇവിടെ ഒരാളുണ്ടല്ലോ, എന്തോ അതിന്റെ പേര്, ജോണച്ചൻ, നിന്റെ അങ്ങേരോടായി പറ. നീ ഇപ്പൊ വാ, നിന്നെ നോക്കൊക്കെ എന്റെ ഡ്യൂട്ടി. നീ വന്നേ, ഒന്നും കഴിച്ചില്ലല്ലോ, വന്ന് കഴിച്ചിട്ട് മാഷാദി ബീറോ ഏതോ കുന്ത്രാണ്ടുണ്ടല്ലോ, അത് കണ്ടിട്ടാണ് എനിക്ക് തിപ്പി കിടക്കാനായിട്ട്. നീ ഇനി എന്നാ ഇവിടത്ത് പോന്നേ? അന്നല്ലേ എനിക്ക് ഇവിടുന്ന് വെളിയിറങ്ങാൻ പറ്റത്തുള്ളൂ. വാ. അതെ ജനി ചേച്ചി, അവിടെ നിന്നേ. ജനി ചേച്ചിക്ക് ആരെയും മിസ് ചെയ്യുന്നില്ലേ വീട്ടില്? എന്നെ മിസ് ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് മിസ് ചെയ്യാൻ വേണ്ടിട്ടോ എന്റെ വീട്ടിൽ പ്രത്യേകിച്ച് ആരുമില്ല. അവരൊക്കെ പണത്തിന്റെ പുറകെ ഓടുന്ന വലിയ വലിയ ആൾക്കാരാ. അതുകൊണ്ട് ഞാൻ പോയി ചത്താലും അവരാരും തിരക്കത്തില്ല. ഇത്രയും ദിവസമായിട്ട് നിനക്കത് മനസ്സിലായില്ലല്ലേ? ഞാനിവിടെ വന്നിട്ട് എത്ര ദിവസമായി? ഒരു കേസ് കൊടുക്കുന്ന പോയിട്ട് എന്നെ തിരക്കി വരുന്നെങ്കിലും നീ കണ്ടോ? ഇല്ലല്ലോ. അതാ എന്റെ ലൈഫും എന്റെ ചുറ്റുപാടും ഒക്കെ തന്നെ എന്നെ ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് എന്നെ തിരക്കി ആരും വരാനോ അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും വിചാരിച്ച് വിഷമിക്കാനോ ആരുമില്ല. നിനക്കല്ലേ ഒരുപാട് പേരുള്ള. അതുകൊണ്ട്
മോൻ നിന്ന് വിഷമിച്ചോ കേട്ടോ. നിക്ക് ജനി ചേച്ചി, എനിക്കിന്ന് ചോറ് വാരിത്തരണം. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് വാരിത്തരൂന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഒരു രഹസ്യമാണ്. ജനി ചേച്ചിക്ക് ഇന്ദിരയെ ശരിക്കും ഇഷ്ടമായിരുന്നോ? ശരിക്കും എന്നൊക്കെ ചോദിച്ചാ സീരിയസ് ആയിട്ടാണോ? അല്ലടാ, നിന്റെ ഇന്ദിരയുടെ കാര്യം നടക്കണമായിരുന്നു, എനിക്കും എൻ്റെ കാര്യം നടക്കണമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓപ്പണായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ലൈഫ് ലോങ് കൂടെ വേണമെന്നുണ്ടായിരുന്നു, അത് വേറൊന്നിനുമല്ല. അവനെപ്പോലെ ഒരാൾ കൂടെ ഇരുന്ന നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാ. ഇനി എന്തെങ്കിലും അറിയണോ? ഒന്ന് വരുമോ? നിക്ക് പോവല്ലേ. അപ്പോൾ ജനി ചേച്ചിക്ക് എന്നോട് ദേഷ്യമില്ലേ ഞാനിങ്ങനെ പിടിച്ചോണ്ടൊന്ന് ഇവിടെ കൊണ്ടിട്ടേക്കുന്നോണ്ട്? പോട്ടെ, ജനി ചേച്ചി തല്ലിയ അച്ചുവിനോട് ദേഷ്യമുണ്ടോ? ജനി ചേച്ചിയോട് എപ്പോഴും ദേഷ്യപ്പെടുന്ന ജോണച്ചനോട് ദേഷ്യമുണ്ടോ? പോട്ടെ, ജനി ചേച്ചിയോട് ഒരു സഹതാപത്തിലും പെരുമാറാത്ത ക്ലാരാമ്മച്ചോട് ദേഷ്യമുണ്ടോ? അവിടെ പൊന്നു മോനെ കാളിദാസി നിനക്ക് തെറ്റിയത് വേറൊന്നുമല്ല. എനിക്കിവിടെ ആരോടും ദേഷ്യമില്ല. ഈ പറയുന്ന നിന്നോട് പോലും. ഇവിടെ വന്നതിന് ശരിക്കുള്ള ഹാപ്പിനെസ്, റിയൽ ലൈഫ്, ഇതൊക്കെ നിങ്ങളുടെ മുഖത്തുനിന്നാണ് ഞാൻ കാണുന്നത്. ഞാനില്ല പൈസയുടെ മണ്ടയിൽ കൂടെ നടക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് തന്നെ ഇതുവരെ എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. മാന്യമായി ഇരുന്ന് കഴിക്കുമ്പോൾ കളിയും ചിരിയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നത്, സംസാരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നത്, ഒരു അപ്പൻ്റെയും മോൻ്റെയും സ്നേഹം, അല്ലെങ്കിൽ ഒരു അമ്മച്ചിയുടെയും മോൻ്റെയും സ്നേഹം, അല്ലെങ്കിൽ നിന്നെപ്പോലൊരു പൊട്ടനായ അനിയൻ്റെ സ്നേഹം, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല എവിടെയും. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത്. നീ എനിക്ക് പണി തരാൻ വേണ്ടി ഓരോന്ന് കാണിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് വേണമെങ്കിൽ നിന്നെ വായി തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞൂടെ? പണ്ട് ഞാൻ നിന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഇന്ദ്ര എന്ന വ്യക്തിയോടുണ്ടായിരുന്ന എൻ്റെ അടങ്ങാത്തൊരിതായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആക്ച്വലി ഞാൻ നിന്നോടിത് മുമ്പ് പറയാതിരുന്നതാ, പിന്നെ വിചാരിച്ചു കുറച്ചുകൂടെ നടക്കട്ടെ എന്ന്. എന്തായാലും നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കിച്ചു, ഐ എം സോറി അന്ന് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന്. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഇനിയിപ്പോ നിന്റെ ചേട്ടൻ അച്ഛനോട് എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയത്തില്ലല്ലോ. അത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ. അപ്പോ ഇങ്ങനൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ട് പറഞ്ഞതാ. റിയലി സോറി. അതൊന്നും സാരമില്ലടി ജനി ചേച്ചി, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. നീ പാവാന്ന് എനിക്ക് മുമ്പേ അറിയാമായിരുന്നടി. എനിക്കിഷ്ടമല്ലാത്ത അവരെ മൂന്നുപേരെ, ആൽവി, വിവേക്, സണ്ണി. എടി ജനി ചേച്ചി, ഞാനവിടെ മിണ്ടാതെ കിടക്കുമായിരുന്നു. അവരെന്നെ ഉപദ്രവിക്കാൻ നോക്കി, നിനക്കറിയോ? അവരിപ്പോൾ നല്ലപോലെ നടക്കുകയല്ലേ. എനിക്കതിന് മാത്രമേ ഉള്ളൂ സങ്കടം. നിന്നെ ഞാൻ ശിക്ഷിക്കാനാന്നും പറഞ്ഞ് അച്ഛനെ കൊണ്ട് ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നു. പക്ഷെ അവര് അവിടെ ആടാ പൊട്ടാ ശങ്കുണ്ണി നിനക്ക് വീണ്ടും തെറ്റിയത്. അവരെ ഇപ്പൊ ജീവിച്ചു പോലും ഇരിപ്പില്ല, മനസ്സിലായോ? നിന്റെ അച്ഛൻ അവരെ കൊന്നു കളഞ്ഞു. അവരൊക്കെ പോയതിനു ശേഷം ഞാൻ ഒറ്റയ്ക്കായി. മരവിച്ച് നടക്കുമ്പോഴാ എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരുന്നത്. ഇന്ദിരയുടെ പിറകിൽ ഇനി ഒരിക്കലും പോവില്ല എന്നൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് നന്നാവാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാ നിന്റെ അച്ഛൻ ആൾക്കാരെ വിട്ട് എന്നെ ഇങ്ങോട്ട് തൂക്കിയെടുത്തോണ്ട് വരുന്നത്. സോറി എന്നും പറഞ്ഞാൽ പൊറുക്കാൻ പറ്റുന്ന തെറ്റൊന്നുമല്ല ഞാൻ ചെയ്തത്, അതെനിക്കറിയാം. ഒരാളുടെ ഹസ്ബൻഡാണെന്ന് അറിഞ്ഞിട്ടും അയാളോട് ശരിയാ തന്തായിട്ട വേല എന്നെയാ കാണിച്ചത്. അതിന് നീ ഇനിയും എനിക്ക് പണി തന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല. ഐ എം സോ ഹാപ്പി. അങ്ങനെയെങ്കിലും ലൈഫിൽ കുറച്ച് നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റുമല്ലോ. പ്രത്യേകിച്ച് നിന്നെപ്പോലെ ഒരാളുടെ കയ്യിൽ നിന്നാകുമ്പോൾ ഐ എം റിയലി 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 ഹാപ്പി. അപ്പോൾ ഇനി എൻ്റെ പുന്നാരമോൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ലോക വിവരങ്ങളും തിരക്കി മാനത്ത് നോക്കി നക്ഷത്രം എത്ര ഉണ്ടെന്ന് എണ്ണി നിൽക്കാണ്ട് വരാൻ നോക്ക്. നമുക്കൊരു ഫുഡും കഴിച്ച് നിന്റെ മാഷാദി ബിയറും കണ്ടിട്ട് കിടന്നുറങ്ങാം. വാ. പിന്നെ നീ എന്നോട് ഒരുപാട് ചോദ്യം ചോദിച്ചല്ലോ. ഞാൻ നിന്നോട് ഒരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നീ എന്തിനാ ഇന്ദ്രനെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? അല്ല, നിനക്ക് എന്നു മുതലാ ഇന്ദ്ര ഇഷ്ടം? എന്തിനാ നീ ഇങ്ങനെ അവനെ സ്നേഹിക്കുന്നേ? ഇത്രയൊക്കെ നിന്നെ ഉപദ്രവിച്ചിട്ട് എനിക്കറിയാം. അവൻ നിന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നും നിന്നെ ഒരുപാട് അടിച്ചു എന്നും എല്ലാം ഞാൻ അറിഞ്ഞു. താഴെ ക്ലാരാമ്മ പറയുന്ന കേട്ടായിരുന്നു. അതിനു മുമ്പേ ഞാൻ അറിഞ്ഞു, പക്ഷെ ഇത്ര വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് നിനക്ക് അവനെ ഇഷ്ടാന്നും ക്ലാരാമ്മ പറഞ്ഞു. എന്തിനാടാ ഇങ്ങനെ സ്നേഹിക്കുന്നേ? അവനെന്താ വല്ല ഗന്ധർവന് വല്ല ആണോ?
ഞാനായിട്ട് ഇതുവരെ ആരോടും പറയാത്ത കാര്യമാണ്, പറയട്ടെ കേട്ടോ. പണ്ട് 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 ഇവിടെ ആരും മിണ്ടത്തില്ലായിരുന്നു ഞങ്ങളോട്. ഇന്ദിരയുടെ അച്ഛനും ഈ അഖിലേട്ടൻ്റെ അച്ഛനൊന്നും മിണ്ടത്തില്ലായിരുന്നു. ആ ടൈമിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ, അതായത് ഞങ്ങളുടെ മുത്തശ്ശൻ വിളിച്ചിട്ട് ഞാനും അച്ഛനും അമ്മയും അച്ചുവും കാശിയൊക്കെ കൂടി ഇവിടെ വന്നായിരുന്നു നാട്ടിൽ. വന്ന ടൈമിൽ അന്ന് ഞാൻ 9th അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇന്ദിരയെ കാണുന്നത്. ഇന്ദിര അന്ന് +1 +2 പഠിക്കുന്ന ചെറുക്കനാണ്. സൈക്കിളൊക്കെ ഓടിച്ച് വരുമായിരുന്നു. ഞങ്ങൾ വന്നതറിഞ്ഞപ്പോൾ ഇന്ദിരയുടെ അച്ഛൻ വന്ന് ഇന്ദിരേനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ എന്നെ അന്ന് തിരിഞ്ഞ് നോക്കിയൊരു ഇന്ദിരയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്ദിരേനെ. അന്ന് തുടങ്ങിയതാ ഇന്ദിരയോടുള്ള പ്രേമം. പിന്നെ ഇതുവരെ പോയിട്ടില്ല. ഇന്ദിര ഇനി എന്നെ കൊന്നാലും ഞാൻ പ്രേതമായിട്ട് ഇന്ദിരയെ പ്രേമിക്കും. ചേച്ചിക്ക് അറിയോ, എനിക്ക് ഇന്ദിരനെ ഒരുപാട് ഇഷ്ടമാണ്. അതെൻ്റെ അച്ഛയോടാണ് ഞാൻ ആദ്യം പറയുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, അച്ഛയുടെ ജീവൻ കൊടുത്തിട്ടായാലും ഇന്ദിരനെ എനിക്ക് നേടിത്തരുമെന്ന്. പക്ഷേ അച്ഛൻ മരിച്ചത് എൻ്റെ മുമ്പേ നിന്നാണ്. അച്ഛനെ വെടിവെച്ചു, വണ്ടി കൊണ്ട് ഇടിച്ചു. അത് തടുക്കാൻ പോയപ്പോൾ എന്നെ അവരടിച്ചു. പാവം എൻ്റെ അച്ഛയ്ക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ 3 പേര്. എൻ്റെ അമ്മേൻ്റെ അടുത്ത് അച്ഛയ്ക്ക് ഭയങ്കര ലവായിരുന്നു. ചേച്ചിക്ക് അറിയോ. എന്നിട്ട് അച്ഛ പറയും, ആരെ സ്നേഹിച്ചാലും അച്ഛയും അമ്മയെ സ്നേഹിക്കും പോലെ സ്നേഹിക്കണമെന്ന്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ഇട്ടിട്ട് പോവാത്ത സ്നേഹമായിരിക്കണമെന്ന് പറയും. അതുപോലെ എൻ്റെ സ്നേഹം. ഇന്ദിര ഇനി എന്നെ കൊന്നാലും ശരി, ഇന്ദിരനെ ഇനി ജനിച്ചേച്ചീനെ കെട്ടിയാലും ശരി, ഞാൻ ഇന്ദിര ഇട്ടിട്ട് പോകത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അച്ഛനും എൻ്റെ കാശിയേട്ടനും എൻ്റെ അമ്മയും കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇന്ദിരയാണ് എൻ്റെ ലോകം. ഇന്ദിര മാത്രം. എൻ്റെ അച്ചു പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഞാൻ ഇന്ദിരയെ കളയും. പക്ഷേ അവ അത് പറയത്തില്ല. എന്താണെന്നറിയോ, അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണ്. അതുകൊണ്ട് എനിക്ക് സങ്കടം വരുന്ന ഒരു കാര്യം എൻ്റെ അച്ചു ചെയ്യത്തില്ല. എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ്. എൻ്റെ അമ്മയും എനിക്കിഷ്ടമുള്ളത് മാത്രമേ ചെയ്യത്തുള്ളൂ. അതാ ഇന്ദിരയായിട്ടുള്ള കല്യാണത്തിന് എൻ്റെ അമ്മ ആദ്യം സമ്മതിച്ചത്. എന്തോ ഇവിടെ രണ്ടും കൂടെ പരിപാടി? കഥ പറഞ്ഞു തീർന്നോ? നിന്നെ ഇങ്ങോട്ട് എന്താടി പറഞ്ഞിട്ടത്? അവനെ വിളിച്ചോണ്ടാരാൻ തന്നെ? ആരും കാണാതെ ഒറ്റ കിട്ടിയപ്പോ ഉപദ്രവിക്കാൻ നോക്കിയതായിരിക്കും അല്ലേ? നിന്നുണ്ടല്ലോടി, വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പതിച്ചീറി 2ആയിട്ട് ഒട്ടിക്കും. അതെ, എനിക്കൊന്നും തിന്നാൻ താൻ തരാത്തോണ്ട് ഞാൻ ഇവനെ പിടിച്ച് വിഴുങ്ങാൻ വന്നതാ. അങ്ങോട്ട് മാറോ അയാളുടെ ഒരു. എന്ത് പണിയാ ജോണച്ച കാണിച്ചേ? ചേച്ചി എന്നോട് സോറിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ നല്ല മിണ്ടി നിൽക്കുമായിരുന്നു. പാവം അതൊന്നും അറിഞ്ഞില്ല. അതെന്നോട് സോറിയൊക്കെ പറഞ്ഞതായിരുന്നു. പാവം വിഷമായ കാണും. ജോണച്ചന് എന്തിന്റെ സുഖേടാ? സോറിയാ അവളാ? ഇടിവെട്ടി മഴ പെയ്യുമല്ല. കേറിപ്പോ. അവന്റെ ഒരു സോറി എല്ലാരും കണ്ണോടിച്ചങ്ങ് വിശ്വസിച്ചാണ്. ഇത് അവളുടെ അടുത്ത നാടകമായിരിക്കടാ പൊട്ടാ. ചെല്ലങ്ങോട്ട് പോയി വല്ല അടുത്ത് കഴിക്കാൻ നോക്ക്. ദൈവമേ, ഈ ചെറുക്കന് ഇനി എന്നാണോ നല്ല ബുദ്ധി തോന്നിക്കുന്നത്? നീ അവൾ എന്തൊക്കെയാണോ മനസ്സിൽ കൂട്ടി വെച്ചേക്കുന്നത്? സോറി പറഞ്ഞ് ചെറുക്കനെ കയ്യിലെടുക്കാനുള്ള അടവായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി. നടന്നു തന്നെ കാത്തിരുന്നോടി. എന്റെ കൊക്കിന് ജീവനോട്ടെങ്കിൽ നീ വീട്ടിന്റെ വെളിയിലോട്ട് കാലെടുത്ത് വയ്ക്കത്തില്ല. കാണിച്ചു തരാം നിനക്ക് അവളൊരു സോറി.